വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയ പുഡിംഗ് ഇന്ന് തയ്യാറാക്കുന്നത്. ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 2 റോബസ്റ്റ പഴവും 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ പഴം തന്നെയാണ് നല്ലത്. നമുക്കതിൻ്റെ തൊലി കളഞ്ഞിട്ട് മിക്സി ഒരു ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കോഴിമുട്ടയാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാറ്റം വരുത്താം മധുരം വേണ്ടതനുസരിച്ച്. പിന്നെ വാനില എസൻസ് ആണിത്. പിന്നെ പാല് 250 മില്ലി പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, മുട്ടയുടെ ടേസ്റ്റ് അറിയാതിരിക്കാനായിട്ട്. ഒരു 1/2 സ്പൂണേ ഉള്ളൂ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് അല്പം പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് 1.5 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കൈ വിടാതെ ഇളക്കി കൊടുക്കണം. തീ കുറച്ചിടണം. പിന്നെ നമുക്കിത് എന്താ പറയുക, ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. അപ്പോൾ നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക്, അത് നമ്മൾ ഏതിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ട കളറ് അതാ ഇത്രയും മതി കേട്ടോ, ഈ കളർ മതി. ഇല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഞാനൊരു ഗ്ലാസ് പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് പാത്രം വേണമെന്നില്ല, സ്റ്റീൽ പാത്രം ഏതെങ്കിലും മതി. ഇതിലാണ് നമുക്ക് എളുപ്പമുണ്ട് പുഡിങ് എടുക്കാനായിട്ട്. അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തു. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഒന്ന് റൂം ടെമ്പറേച്ചർ ആകുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം, 1 മിനിറ്റ്. ഇതാ ഇപ്പോൾ തന്നെ ഇത് സെറ്റാവും. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇതാ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കൈ കൊണ്ട് തൊട്ട് നോക്ക്, കയ്യിൽ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ മിക്സിലെ പഴവും മുട്ടയൊക്കെ ഉള്ളത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബബിൾസ് ഇല്ലാത്ത രീതിയിൽ ഒഴിക്കണം. ബബിൾസ് ഉണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഒന്ന് തട്ടിക്കളയണം. ഇത്ര ഉള്ളൂട്ട് നമ്മുടെ പണി. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് അപ്പച്ചമ്പിൽ വെച്ച് ഒന്ന് ആവി വരുത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഇത് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതാ 1/2 മണിക്കൂർ മതി കേട്ടോ. 1/2 മണിക്കൂർ ഇത് ഒരു ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ഒരു അടപ്പായാലും കുഴപ്പമില്ല. ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് മൂടുക. മൂടിയിട്ട് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ. ഇത് കണ്ടോ, 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് എടുത്ത് നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒട്ടും സ്പൂണിൽ പിടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മുടെ പുഡിങ്, നമ്മുടെ ബനാന എഗ് പുഡിങ് ആണിത്. ഇത് നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കമഴ്ത്തിയാൽ മതി. ഗ്ലാസ് പാത്രമായതുകൊണ്ട് നമുക്കിത് വേഗം വിട്ടുവരും. ഇല്ലെങ്കിലൊന്ന് പതുക്കെ ഒന്ന് കത്തി ഉപയോഗിച്ചൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ കണ്ടോ, നമ്മുടെ നല്ല ടേസ്റ്റിയായ പുഡിങ് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇത് സെർവ് ചെയ്യാം. വിരുന്നുകാർക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ല ഹെൽത്തിയാണിത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാക്കണ്ട, നല്ല സോഫ്റ്റാണ്, ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നാണ്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ, എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെയാണിത്. പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇതിനായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ കരുതുന്നു. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അടുത്ത യൂസ്ഫുള്ളായ നല്ലൊരു വീഡിയോ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.